എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ ചക്കുവള്ളത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തിയാവുന്ന ഈ പ്ലാറ്റിനം ജൂബിലിയിൽ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ വിദ്യാലയ തിരുമുറ്റത്ത് നിൽക്കുന്നത്. അറിവും ശീലവും ഒരുമിച്ച് വളരുന്നിടമാണ് വിദ്യാലയം. അത് വെറും ഒരു കെട്ടിടം മാത്രമല്ല, ഒരു ജീവിതാനുഭവമാണ്. ആ അർത്ഥത്തിൽ 75 വർഷങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ വിദ്യാലയ മുത്തശ്ശിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ആ കഥകൾ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാൻ സാധിക്കും. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താമല്ലോ. തീർച്ചയായും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ നല്ല ബാഗോ കുടയോ ചെരുപ്പോ കെട്ടിടമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ പറ്റി? അങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ അതിജീവനത്തിന്റെ കഥ കൂടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ആദ്യമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപതാംഗവുമായ ഫാദർ എബ്രഹാം ചാക്കോ നരിമറ്റത്തിൽ കോർ എപ്പിസ്കോപ്പയാണ്. അതെ, മഴക്കാലങ്ങളിൽ ചേമ്പിലെയോ വാഴയിലെയോ കുടയായി ചൂടി സ്കൂളിലെത്തിയ അനുഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അത്? അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പഴയ കാലം അറിയാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്കൂളിന്റെ 75 വർഷം പൂർത്തിയാകുകയാണ്. അപ്പോൾ ഈ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ സമാപന ആഘോഷ ചടങ്ങുകളും നടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് അനുബന്ധമായിട്ട് അച്ഛൻ്റെ പഴയകാല പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലുള്ള ചില ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാമോ? നിശ്ചയമായിട്ടും. ഞാൻ 55-60 കാലഘട്ടത്തിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. 5ാം ക്ലാസ് വരെ ഉള്ളൂ. 60 മാർച്ചിൽ അവിടെ നിന്ന് പോന്നു. ഞാൻ മുരിക്കടിയിലാണ് പഠിച്ചത്. അന്നത്തെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ, ആദ്യത്തെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചെട്ടിയാർ സാറായിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ. നല്ല പൊക്കമൊക്കെ ഉള്ള, നല്ല ഗാംഭീര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. നല്ല അടി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ ഞാൻ ഓർക്കുന്നു. അന്ന് ഓല ഷെഡായിരുന്നു. തറയൊക്കെ ചാണകം കൊണ്ട് മെഴുകിയ തറയൊക്കെ ആയിട്ട് തറയിലൊക്കെ ഇരുന്നു. ബെഞ്ചും ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിന് 1-2 ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തറയിലും ഇരിക്കും. പിന്നെ കുട്ടികളൊക്കെ കുറെ അധികം പേരില്ല. അന്ന് ഇവിടെ ആൾക്കാരെ കുറവാണല്ലോ. നല്ല ആവശ്യത്തിന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഏരിയയിൽ ഈ സ്കൂളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. സാറുമാരൊക്കെ ആണെങ്കിലും വളരെയധികം താല്പര്യത്തോടു കൂടി എന്നെ പഠിപ്പിച്ച 2 പേരെ ഞാൻ വളരെ വ്യക്തിപരമായിട്ട് ഓർക്കുന്നവരുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ജോസഫ് സാറുണ്ട്. സാറ് കുമളിയിൽ നിന്ന് ഒട്ടാത്തലുമായിട്ട് നടന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ 5ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് അന്ന് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അമ്മണി ടീച്ചറാണ്. ടീച്ചറിനെ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിച്ച 2 വ്യക്തികളാണ് ഇവർ 2 പേരും. സാറാണെങ്കിൽ വളരെ താല്പര്യമെടുത്ത് സാറ് ബോർഡിൽ ഒരു അക്ഷരം എഴുതിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ചോക്ക് തന്ന് സാറ് കൈവിരലുകൊണ്ട് പിടിച്ചുകൊണ്ട് ഈ അക്ഷരത്തെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് വരപ്പിക്കും. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തിട്ട് പിന്നീട് ഞങ്ങൾ തന്നെ എഴുതണം. എഴുതിയിട്ട് അല്പമെങ്കിലും ബുദ്ധിമുട്ട് വടിവത്തതല്ല എങ്കിൽ ആ സെക്കൻഡിൽ അടിക്കുമായിരുന്നു. അങ്ങനെ എനിക്കൊരടി കിട്ടി. എൻ്റെ ഇവിടെ എല്ലാം പൊട്ടി. സാറ് പുറത്ത് പോയി പച്ചില പറിച്ചു കൊണ്ടുവന്നതിന് നീരൊക്കെ ഒഴിച്ച്, പിന്നെ അന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. ഉച്ചയ്ക്ക് എന്നെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ ക്ലിയറായിട്ട് ഉണ്ട്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ടീച്ചറും. 4 വരെയുള്ളതായ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷൻ ബുക്കിലെ ഇതുപോലെ കൈവിരലിൽ പിടിച്ച് നല്ല ഭംഗിയായിട്ട് എഴുതിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിന് പൂർണ്ണ ഉത്തരവാദികൾ ഈ 2 ടീച്ചേഴ്സാണ്. എനിക്ക് പോലെ അവരെ എന്നും ഞാൻ ഓർക്കുന്നു. അവരുടെ മുഖച്ഛായ പോലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞിടപ്പുണ്ട്. അന്നത്രയ്ക്ക് സ്വാധീനിച്ച 2 വ്യക്തിത്വങ്ങളാണ്. പിന്നെ അന്നത്തെ കൂട്ടുകാരൊക്കെ ഞങ്ങളെല്ലാം അന്ന് നടന്നു പോകുന്ന ആൾക്കാരാണ്. അന്ന് ദാരിദ്ര്യമൊക്കെ ധാരാളം ഉള്ള ഒരവസരമാണ്. പിന്നെ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അന്ന് ഇതുപോലെ സ്കൂളിലെ കഞ്ഞിയും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇന്നലെ വന്നപ്പോൾ സജീവത പറയായിരുന്നു, അന്ന് ഈ കുടയൊന്നും ഞങ്ങൾക്ക് നല്ല പരിചയമൊന്നുമില്ല. മഴയത്ത് ഞങ്ങൾ കൊണ്ടുപോകുന്ന വലിയ ചേമ്പിൻ്റെ താളുണ്ടല്ലോ, അതല്ലെങ്കിൽ വാഴയില വെട്ടി അത് തലയിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. സ്കൂളിലെ സ്ലേറ്റിനകത്ത് നിറച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാനും കാണും. പക്ഷെ അത് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം മാഞ്ഞു പോകും. അതിൻ്റെ ഗർവ് 2 അടി എങ്കിലും ഞങ്ങളുടെ ആ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സന്തോഷപ്രദമായ അനുഭവങ്ങളായിരുന്നു.
കാരണം അവരുടെ ടീച്ചേഴ്സിൻ്റെ ആ സ്നേഹവും കരുതലും എല്ലാം അനുഭവിച്ച് വളർന്ന വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാനും പറയാനായിട്ടുള്ളൂ. നടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ആ, സന്തോഷപ്രദമായിരുന്നു അല്ലേ? അതെ, നടന്നല്ലേ പോകാൻ കൂട്ടുകാരോടെ കുഴപ്പമുണ്ടാക്കി ചൊല്ലിയും തെറിപ്പിച്ച് എന്തെങ്കിലും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് മാങ്ങയൊക്കെ പറിച്ച് അതൊന്നും സമ്മതിക്കത്തില്ല. ഗച്ചാനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ അന്ന് ഈ മുട്ടായി എന്നൊക്കെ പറഞ്ഞ വലിയ കൊതിയുള്ള കാലഘട്ടമാണല്ലോ. ആരെങ്കിലും ഒരാൾ എവിടെ നിന്നെങ്കിലും ഒരു ദിവസം ഒരു മുട്ടായി സംഘടിപ്പിച്ചുകൊണ്ട് വരും. എന്നാൽ അത് ഞങ്ങൾ കടിച്ചിട്ട് അത് ചെറിയ ചീളുകളാക്കി അത് മറ്റുള്ള എല്ലാവരുമായിട്ട് പങ്കുവെച്ച് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ സ്മരണയിലുണ്ട്. വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടമായിരുന്നു സ്കൂൾ കാലഘട്ടം. ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ട് എന്നിരുന്നെങ്കിൽ പോലും വളരെയധികം നന്മയുടേതായ അനുഭവങ്ങൾ കൊടുക്കാനും പങ്കുവയ്ക്കാനും കിട്ടിയതായ ഒരു അവസരമായിട്ട് ഞാൻ സ്കൂൾ വർഷത്തെ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നുണ്ട്. വർഷങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച വേറൊരു അച്ഛനും ഉണ്ടെന്ന് ഉണ്ട്. എൻ്റെ ജ്യേഷ്ഠനാണ്. എന്നെ ഞങ്ങൾ ജ്യേഷ്ഠാനിൻ്റെ മക്കളാണ്. അന്ന് ഇവിടെ മാത്രമേ സ്കൂളുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ആൾക്കാരെല്ലാം ഇവിടെ തന്നെ പഠിച്ചിട്ട് പോയ ആൾക്കാരാണ്. അങ്ങനെ കുറെ നാളത്തേക്ക് 5ാം ക്ലാസ്സിന് ശേഷം ഒരിക്കടിയില് 10 വരെ ഇവിടുന്ന് അവിടെ വരെ നടന്നു പോകും. ആ വലിയ കയറ്റമൊക്കെ കയറി ഞങ്ങൾ സാധാരണ ചോറും കൊണ്ട് പോകുന്ന വളരെ വിരളമാണ്. ഒരിക്കലും പോകുമ്പോഴേ അഥവാ ചോറും കൊണ്ട് പോയാൽ അത് അങ്ങ് ചെല്ലത്തുമില്ല. കാരണം കുത്തിറക്കം 2-3 എണ്ണമുണ്ട്. ഈ മഴക്കാലത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും തെന്നി വീഴുമെന്നുള്ള ഉറപ്പാണ്. ഇത് തെന്നുമ്പോഴത്തേക്കും പൊതിച്ചോറ് മുന്നിലൊക്കെ പൊക്കോളും. അങ്ങനെ ചില സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ടീച്ചേഴ്സൊക്കെ ചെല്ലുമ്പോൾ വല്ലതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരിക്കലും ചെയ്യും. അതുപോലെ അവിടെ പോലെ സ്ഥാനിച്ച നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ സഹായിച്ച് ഇടയ്ക്ക് വല്ല കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്ന് അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ച എൻ്റെ സന്തോഷമൊന്നും വേറെയാണ്. നമുക്കത് പിന്നെ ഒരിക്കലും കിട്ടാത്ത ഒരു അനുഭവമാണല്ലോ സ്കൂൾ വർഷങ്ങളെന്ന് പറയുന്നത്. ഇപ്പൊ അച്ഛന് സ്കൂളില് വന്നല്ലോ. അച്ഛൻ്റെ അനിയൻ ജേക്കബ് സാർ അവിടെ പഠിച്ച് അധ്യാപകനായി, അവിടെ റിട്ടയർഡായി. അച്ഛൻ വന്ന് നമ്മുടെ സ്കൂളൊക്കെ കണ്ടപ്പോ എന്തായിരുന്നു ആ പഴയകാല? ഞാൻ ഓർക്കുന്നുണ്ട്, പഴയകാലം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വളർന്നു നമ്മള്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓല ഷെഡായിരുന്നു. മറച്ച ഓല കൊണ്ട് മറച്ച അല്ലെ പനം കൊണ്ട് മറച്ച ഇതായിരുന്നു. തറ എഴുതിയതായിരുന്നു. ഇപ്പൊ എല്ലാം മാറി നമുക്ക് ഒത്തിരി സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആയി. വ്യത്യാസങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. കാലത്തിന്റെ പോക്കനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാലയം കണ്ടപ്പോ സന്തോഷമായി. കാരണം നമ്മളെ അക്ഷരമുറ്റത്തെ ഒന്ന് തിരിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. അത് ആർക്കും വിവരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ പോയതാണല്ലോ, ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സന്തോഷം, ഒരു സംതൃപ്തി മനസ്സിലുണ്ടാവും. അത് അവിടെ കയറുമ്പോൾ, ആ ഗേറ്റ് കയറുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭവം, ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. സാറിന്റെ അടിയും കരഞ്ഞുള്ള ഓട്ടവും അടി കൊള്ളാതിരിക്കാനുള്ള പല സൂത്രപ്പണികളൊക്കെ അതൊന്നുമില്ല, ഒന്നും അറിയത്തില്ല. ഉള്ള നേരെ തന്നെയല്ല, അവരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. സത്യം മാത്രമേ പറയാവൂ. ആദ്യമേ ഞങ്ങളെ പഠിപ്പിക്കുന്ന സത്യമേവ ജയതേ എന്ന ആ ഒരു ആപ്തവാക്യമാണ്. സത്യമേ പറയാവുള്ളൂ, കള്ളമൊന്നും പറഞ്ഞേക്കരുത്. നീ ഒരു കള്ളം പറഞ്ഞാൽ 100 കള്ളം പറഞ്ഞാലും കൂടി പിന്നെ സത്യം പറയേണ്ടി വരും. അതുകൊണ്ട് സത്യം മാത്രമേ പറയാവൂന്നൊക്കെ പറഞ്ഞ മൂല്യങ്ങൾ ഒത്തിരി പഠിപ്പിക്കുമായിരുന്നു. അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നത്തെ പോലുള്ള ഉഴപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ ആരും കൈ കിട്ടുകയില്ല. എല്ലാവരും മൊബൈലിന്റെ പിന്നാലെ പോയി. തലമുറ മാറിയപ്പോഴത്തേക്കും മാറ്റങ്ങൾ ഒരിക്കലും നമുക്കൊരു സന്തോഷം തരുന്ന മാറ്റങ്ങളിലേക്കല്ല പോകുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പ്രശ്നബാധിതമായ ഒരവസ്ഥയും അതെല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളൊക്കെ ആയപ്പോഴും മൂല്യങ്ങൾ മാറി പോകുന്നു, ഇല്ലാതെയാവുന്നു. അതെ അതെ. അവിടെ വാർഷികം 28 മാർച്ച് 28-നാണ്. അപ്പൊ അച്ഛന് വരണം. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വരാം. വന്നതിൽ പങ്കുചേരാം. സന്തോഷമുള്ളൂ. താങ്ക് യു കേട്ടോ. താങ്ക് യു.